ഭീകരവാദവും ആഭ്യന്തര കലഹങ്ങളും പാകിസ്ഥാന്റെ സുരക്ഷാ ഭൂപടത്തെ വീണ്ടും ചർച്ചാ വിഷയമാക്കുകയാണ്. വരാനിരിക്കുന്ന അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾ പുനഃപരിശോധിക്കാൻ അമേരിക്കൻ പൗരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. പാകിസ്ഥാനെ ലെവൽ 3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് അവിടുത്തെ ക്രമസമാധാന നില എത്രത്തോളം വഷളാണെന്ന് വ്യക്തമാക്കുന്നതാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മുതൽ സർക്കാർ ഓഫീസുകൾ വരെ ഭീകരരുടെ നിഴലിലാണെന്ന മുന്നറിയിപ്പ് പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തര വെല്ലുവിളികളുടെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത്. അപ്രതീക്ഷിത ആക്രമണങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും സാധാരണമായതോടെ രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ കൂടുതൽ മങ്ങുകയാണ്. സുരക്ഷാ ഭീഷണികൾ മുൻനിർത്തി പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾ പുനഃപരിശോധിക്കാൻ അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയത് ചില ആശങ്കകൾ മുന്നിൽ കണ്ടാണ്. തീവ്രവാദവും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാനെ ഏറ്റവും അപകടകരമായ 3ാം വിഭാഗത്തിലാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സുരക്ഷാപരമായ ആശങ്കകൾ, കുറ്റകൃത്യങ്ങൾ, ആഭ്യന്തര കലാപം, തീവ്രവാദം, തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത എന്നിവയെ തുടർന്നാണ് അമേരിക്ക ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ആഴ്ച ആദ്യം പുറത്തിറക്കിയ യാത്രാ മുന്നറിയിപ്പിൽ പാകിസ്ഥാനെ ലെവൽ 3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഇത് തീവ്രവാദ ആക്രമണങ്ങളുടെ ഉയർന്ന അപകട സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ്. പാകിസ്ഥാനിലെ ഗതാഗത കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, വിപണികൾ, ഷോപ്പിംഗ് മാളുകൾ, സൈനിക സുരക്ഷാ കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, ട്രെയിനുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ തുടങ്ങി ജനത്തിരക്കേറിയ ഒരിടവും സുരക്ഷിതമല്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഏത് നിമിഷവും അപ്രതീക്ഷിതമായി ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാം എന്നതിനാൽ ഗതാഗത സംവിധാനങ്ങളും സർക്കാർ ഓഫീസുകളും ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളെ ലെവൽ 4ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഈ പ്രദേശങ്ങളിലേക്ക് പോകരുതെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലും എല്ലാം ഇവിടെ സർവ്വസാധാരണമാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അവിടെ സ്ഥിരമായി വിഘടനവാദ കലാപം നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ആകെ ഭൂവിസ്തൃതിയുടെ പകുതിയോളം, അതായത് ഏകദേശം 44% എന്ന് തന്നെ പറയണം. അങ്ങനെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ് തുടങ്ങിയ അമൂല്യമായ ധാതു സമ്പത്തുകളിൽ സമ്പന്നമാണ് ഈ പ്രദേശം. എന്നാൽ ഇത്രയേറെ വിഭവങ്ങൾ ഉണ്ടായിട്ടും പാകിസ്ഥാനിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമായി ബലൂചിസ്ഥാൻ തുടരുകയാണ്. ഇതാണ് അവിടെ പതിറ്റാണ്ടുകളായി തുടരുന്ന വിഘടനവാദ കലാപങ്ങളുടെ ഒരു പ്രധാന കാരണം. ബലൂചിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾ പാക് സർക്കാരും വിദേശികളും ചേർന്ന് ചൂഷണം ചെയ്യുകയാണെന്നും അതിന്റെ ഗുണഫലങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുമാണ് ബലൂച്ച് ജനതയുടെ പ്രധാനപ്പെട്ട പരാതി. പാകിസ്ഥാനിലെ നിയമവാഴ്ച മെച്ചപ്പെടാതിരിക്കുകയും തീവ്രവാദം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ മുന്നറിയിപ്പ്. ജനുവരി 24-ന് വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖയിലെ ഒരു ജില്ലയിൽ വിവാഹ വീട്ടിൽ നടന്ന സ്ഫോടനത്തിൽ പാകിസ്ഥാനിൽ 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. ചാവേർ ആക്രമണമാണ് നടന്നത്. അതിഥി എന്ന വ്യാജേന ഭീകരൻ വിവാഹ ചടങ്ങ് നടക്കുന്ന വീട്ടിൽ കയറിപ്പറ്റി. നൃത്ത സംഗീത പരിപാടി നടക്കുമ്പോൾ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് നേരിടുന്നത് സ്വയം വരുത്തിവെച്ച വിനകളുടെ പരിണിത ഫലമാണ്. ഭീകരവാദത്തെ രാഷ്ട്രീയ ആയുധമാക്കിയതിന്റെ തിരിച്ചടിയാണ് ഇന്ന് ഓരോ പ്രവിശ്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ യാത്രാ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര നിക്ഷേപങ്ങളെയും വിനോദസഞ്ചാരത്തെയും സാരമായി ബാധിക്കുന്നതാണ്. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ അവിടുത്തെ ജനതയ്ക്ക് കൂടി ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യപരമായ വിതരണക്രമം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം വിഘടനവാദ കലാപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഭരണകൂടം ഉടനടി നയപരമായ മാറ്റങ്ങൾ വരുത്താത്ത പക്ഷം പാകിസ്ഥാൻ ലോകത്തിനു മുന്നിൽ ഒരു അപകട മേഖല അഥവാ ഡേഞ്ചർ സോണായി തന്നെ തുടരും. സുരക്ഷിതമായ ഒരു നാളേക്ക് വേണ്ടി കടുത്ത നിയമനിർമ്മാണവും നിഷ്പക്ഷമായ സൈനിക നടപടിയും അനിവാര്യമാണ്. ഭയമില്ലാതെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ ഏതൊരു രാഷ്ട്രത്തിന്റെയും തകർച്ചയുടെ ലക്ഷണമാണ്. അതെ, ഇന്ന് പാകിസ്ഥാൻ അത്തരത്തിലൊരു തകർച്ചയുടെ വക്കിലൂടെയാണ് കടന്നു പോകുന്നത്.